ഹല്ലേലൂയ. ഈ അട്ടപ്പാടിയുടെ മലമടക്കുകളിൽ ഒരുപാട് ദേശങ്ങളിൽ അനേകായിരങ്ങൾ നാനാജാതി മതസ്ഥര് ഈ നിമിഷങ്ങളിൽ അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. നിങ്ങൾ മാത്രം അനുഗ്രഹം പ്രാപിച്ചാൽ മതിയോ? എല്ലാവരും അനുഗ്രഹം പ്രാപിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അടിസ്ഥാന വചനം എന്താണ്? നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ സുഭിക്ഷമായി അപ്പം ഭക്ഷിക്കും, നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇത് കർത്താവിൻ്റെ ഒരു വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വസിക്കുന്നവർക്ക് ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ദൈവികമായ ഒരു ഇടപെടൽ അത്ഭുതകരമായി കർത്താവ് നൽകും. തടസ്സമായി കിടക്കുന്നത്, മുരടിച്ച് കിടക്കുന്നത്, അടഞ്ഞു കിടക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള അന്ധകാരാവൃതമായ സാഹചര്യങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിച്ച് ജീവിതത്തിൻ്റെ മുരടിപ്പ് മാറി ജീവിതത്തിൽ ഒരു പുതിയ തളിർപ്പ് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഇടപെടനാൽ കർത്താവ് നൽകും. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? ഉറക്കെ പറ, വിശ്വസിക്കുന്നുവോ? എങ്കിൽ ആ ഒരു അഭിഷേകം ജീവിതത്തിലേക്ക് നിറയാൻ ആഗ്രഹിച്ച് എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. 2 കരങ്ങളും നന്നായി ഉയർത്തി പിടിക്കുക. വലിയ അത്ഭുതങ്ങൾ നടക്കും. ഇവിടെ ശുശ്രൂഷകർ മെസ്സേജ് വിളിച്ചു വരുമ്പോൾ എതിർചിന്തയിലിരിക്കാതെ യേശുവേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. രോഗികളുടെ മേൽ വലിയ ശക്തി വ്യാപരിക്കുകയാണ്. കുടുംബത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കുകയാണ്. ദേശാന്തരങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഓ ദൈവമേ, 10,000-കണക്കിന് കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന കുടുംബങ്ങളിൽ പോലും ഇപ്പോൾ ഈ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. അടയാളങ്ങളും രോഗശാന്തികളും സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. പൈശാചികപ്പെടുകൾ കൂട്ടത്തോടെ അലറിക്കൊണ്ട് ഓടിപ്പോകട്ടെ. ബാധകൾ വിട്ടുപോകട്ടെ കർത്താവേ. കുടുംബങ്ങളെയും വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കൂട്ടായ്മകളെയും സമൂഹങ്ങളെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂതങ്ങളെ യേശുനാമത്തിൽ ശാസിക്കുന്നു. എല്ലാ അന്ധകാര അധിപന്മാരെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിക്കുന്നു. എല്ലാ തകർച്ചയുടെ ശക്തികളെയും പരാജയത്തിന്റെ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. നിരാശയുടെയും ദുഃഖത്തിന്റെയും ആത്മഹത്യ പ്രവണതയുടെയും അരൂപികളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. കർത്താവായി യേശുവിന്റെ നാമം അതിനു വേണ്ടി ഇപ്പോൾ വലിയ അത്ഭുതങ്ങൾ ദേശാന്തരങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ, യേശുവേ. ജനകോടികളുടെ മേൽ അത്ഭുതങ്ങൾ വർഷിക്കുന്ന അത്ഭുത ശക്തി, ജനകോടികളുടെ മേൽ അത്ഭുതങ്ങൾ വ്യാപരിപ്പിക്കുന്ന അത്ഭുത ശക്തി വ്യാപരിക്കണമേ, വ്യാപരിക്കണമേ, വ്യാപരിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, എല്ലാവരും കരങ്ങൾ ശിരസിലേക്ക് വെച്ചപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ശിരസിലേക്ക് കരങ്ങൾ വെക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൈകൾ, സൗഖ്യത്തിന്റെ കൈകൾ നീട്ടണമേ. രോഗങ്ങൾ മാറട്ടെ, സൗഖ്യം നിറയട്ടെ, ബന്ധനം അഴിയട്ടെ പരിശുദ്ധാത്മാവേ. രോഗങ്ങൾ മാറട്ടെ പരിശുദ്ധാത്മാവേ, സൗഖ്യത്തിന്റെ കൈകൾ നീട്ടണമേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. ബന്ധനം അഴിയട്ടെ,
പരിശുദ്ധാത്മാവേ സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ ബന്ധനമണിയട്ടെ. പരിശുദ്ധാത്മാവേ മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകൾ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, തുടർന്നുള്ള വചന ശുശ്രൂഷയിൽ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം ഞങ്ങൾക്ക് എല്ലാവർക്കും അട്ടപ്പാടി ദേശം മുഴുവനും നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. നമ്മൾ തുടർന്ന് ചിന്തിക്കുന്ന വിഷയമാണ് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം, അതിൽ 4 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഇസ്രായേല്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അന്യവർഗക്കാർ ദുരാഗ്രഹങ്ങൾക്ക് അടിമകളായി. ഇസ്രായേല്യരും സങ്കടം പറച്ചിൽ തുടർന്നു. ഞങ്ങൾക്ക് ആരാണ് ഭക്ഷിക്കാൻ തരിക? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ചുവന്നുള്ളി, സവോള, വെള്ളുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോകുന്നു. ഈ മന്നയല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ പേരാണ് സങ്കടം പറച്ചിൽ. അല്ല, നിങ്ങളങ്ങനെ സങ്കടം പറയുന്നുണ്ടോ? ഓരോരുത്തരും നല്ല നല്ല വലിയ വലിയ പളുപളാന്നുള്ള സാരിയെ കൊടുത്ത് നടക്കുമ്പം, ഓ ഈ 200 രൂപയുടെ സാരി അല്ലാതെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സങ്കടം പറച്ചിലുകാരുടെ ശ്രദ്ധയ്ക്ക് ഉള്ള ക്ലാസ്സാണിത്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ വേറൊരു വാക്കാണ് മുറുമുറുത്ത് വാങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. അനേകം കുടുംബങ്ങളിൽ ഇന്ന് മുറുമുറുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം വളരെ വ്യക്തമായി നിരോധിക്കുന്ന ഒരു സംഗതിയുണ്ട്: മുറുമുറുത്ത് വാങ്ങരുത്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈജിപ്തിൽ ഇവർക്ക് അത്ര നല്ല സുഖാര്യരായിരുന്നു. ഇവരെന്താ പറഞ്ഞിരുന്നത്? ഈജിപ്തിൽ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടിയിരുന്നത്? ചുമന്നുള്ളി, വെള്ളുള്ളി. അവർ സങ്കടം പറയാണ്. ചുവന്നുള്ളി, വെള്ളുള്ളി, മത്തങ്ങ, സവോള, കുമ്പളങ്ങ, ചൊരങ്ങ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം ഞങ്ങളെ നയിക്കാൻ തുടങ്ങി. ഇപ്പം എന്താ? ഇപ്പം ഞങ്ങൾക്ക് ഒന്നുമില്ല. വെറുതെ മുറുമുറുക്ക് കിടന്നുണ്ട്. ദൈവം നേരത്ത് 3 നേരം സമയാസമയത്ത് ഇവർ അടുപ്പിൽ തീ കൂട്ടുവാൻ വേണ്ട, വിറക് ഉണ്ടാക്കണ്ട, വെള്ളം അന്വേഷിക്കേണ്ട, കാലം അന്വേഷിക്കേണ്ട, ഇവർക്ക് പാചകം ചെയ്ത് വായിൽ അടുക്കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ തിന്ന് ഇറച്ചി എല്ലേ കുത്താൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ഇവർക്ക് തോന്നുകയാണ്, ഞങ്ങൾക്ക് വെള്ളുള്ളി, സവോള, ചുവന്നുള്ളി, മുന്തിരിങ്ങ ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഏതാണ്ട് തേനും പാലും ഒഴുകുന്ന നാടായിരുന്നു എന്നാണ് പറയണത്. ഏത് നാട്? ഈജിപ്ത്. സംഖ്യയുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ ഇവർ പിറുപിറുക്കൽ ഞാൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഇങ്ങനെ അത്ഭുതകരമായി നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ 12-13 വാക്യങ്ങളിൽ കാണുന്ന ഇങ്ങനെയാണ്: അനന്തരം അവർ പറഞ്ഞു, ഞങ്ങൾ വരികയില്ല. മരുഭൂമിയിൽ വെച്ച് ഞങ്ങളെ കൊല്ലേണ്ടതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിന്ന് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഏതായി തേനും പാലും ഒഴുകുന്ന നാട്? ഈജിപ്തിലെ ഫറവോയുടെ അടിമത്തത്തിലിരുന്ന അവസ്ഥയെക്കുറിച്ച് ഈ ജനം ഇപ്പോൾ ദൈവത്തോട് മല്ലടിച്ചുകൊണ്ട് പറയാണ്, പണ്ട് ഞങ്ങൾ തേനും പാലും ഒഴുകുന്ന നാട്ടിലായിരുന്നു കടന്നതെന്ന്. എന്തായിരുന്നു പണ്ട് ഇവരുടെ അവസ്ഥ? ഇവരുടെ തേനും പാലും എന്തായിരുന്നു? ഈജിപ്തില് മേലാളന്മാരുടെ ക്രൂര നിമിത്തം നല്ല ചാട്ട കൊണ്ട് ചുട്ട അടി 3 നേരം നന്ന മെനക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ചാട്ടയ്ക്ക് നല്ല ചുട്ട അടി 3 നേരം കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ
ഈ പന്നിക്കിട്ട് തലയ്ക്ക് അടി കിട്ടി കഴിഞ്ഞ സ്വഭാവം എന്താ? മുകളിലേക്ക് നോക്കി ബേന്ന് പറഞ്ഞ് കരയില്ലേ? ഏതാണ്ട് അതുപോലെ അടി അങ്ങോട്ട് വരുമ്പോൾ മുകളിലേക്ക് നോക്കി ബേന്ന് പറഞ്ഞാൽ കരഞ്ഞു. അങ്ങനെ കരഞ്ഞപ്പോ അതീവ ദയനീയമായ നിലവിളി ദിനരാത്രങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ഈജിപ്തിൽ നിന്ന് ഉയർന്നപ്പോ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ ജനം ഈജിപ്തിൽ കടന്ന് മേലാളന്മാരുടെ ക്രൂരത നിമിത്തം കഠിനമായ അടികൊണ്ട് പുറം പൊളിഞ്ഞ് നിലവിളിക്കുന്ന നിലവിളി എൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. എനിക്ക് ഇവരുടെ നിലവിളി കേട്ട് സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റണില്ല. അങ്ങനെ ഈ നിലവിളിച്ചിരുന്ന ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്ന് മോശയുടെ നേതൃത്വത്തിൽ ഒരു പുറപ്പാട് സംഭവത്തിന് തുടക്കം കുറിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതായിരുന്നു ഈജിപ്തിലെ തേനും പാലും ഒഴുകുന്ന അവസ്ഥ. മൂന്ന് നേരമല്ല, ഇവർക്ക് ഇഷ്ടിക കളങ്ങളിൽ രാപകലില്ലാതെ ഇഷ്ടിക ഉണ്ടാക്കണം. ഇഷ്ടിക ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്കുള്ള വൈക്കോലും ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവർ അന്വേഷിച്ച് കണ്ടെത്തണം. അങ്ങനെ ഇഷ്ടിക കളങ്ങളിൽ ചുട്ടുപൊള്ളുന്ന ചൂടത്ത് ആ എരിവരി കൊണ്ട് അവിടെ കടന്ന് കിട്ടുന്ന റേഷനും കൊണ്ട് മിണ്ടാതെ കടന്നിട്ട് ഈ മേലാളന്മാരുടെ അടിയും തൊഴിയും കുത്തും ചവിട്ടും കൊണ്ട് കിടക്കുന്നൊരു ജനമായിരുന്നു ഈ ജനം. ആ ജനത്തെ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച്, ദൈവം അടയാളങ്ങൾ ചെയ്ത്, ദൈവം മന്ന കൊടുത്ത്, ദൈവം സമാധാനം കൊടുത്ത്, പകല് മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി ദൈവം കൂടെ നിന്ന് ഓരോ യുദ്ധത്തിലും ശത്രു സൈന്യങ്ങളെ പരാജയപ്പെടുത്തി അത്ഭുതകരമായി വിജയം നൽകി ദൈവം ഇങ്ങനെ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ പണ്ടത്തെ ദുഃഖം പെട്ടെന്ന് അങ്ങോട്ട് മറന്നു. നടന്നു വന്ന വഴികളെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് മറന്നിട്ട് അങ്ങോട്ട് ഞെളിയാൻ തുടങ്ങി. എന്താ പറയണത്? ഇപ്പോ അവിടെ ഞങ്ങൾ തേനും പാലും ഒഴുകുന്ന ഒരു തേനിനകത്തും പാലിനകത്തും പറഞ്ഞ് ഞങ്ങൾ കുളിച്ചിരുന്നത്. ഞങ്ങൾക്ക് ഓരോ നേരോ മേശപ്പുറത്തേക്ക് വെള്ളുള്ളി, വെള്ളരിക്ക, കക്കരിക്ക, മുന്തിരിങ്ങ എല്ലാം അങ്ങനെ കൊട്ടക്കണക്കിന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണിത് പറഞ്ഞെന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പേരാണ് മുറുമുറുക്കുക. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം അതിൽ 10-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു, മുറുമുറു പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയില്ല. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ ചെന്ന് പെടരുത്. അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു, മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയില്ല. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ നിങ്ങൾ ചെന്ന് നിബന്ധിക്കരുത്. അത് വലിയ നാശത്തിന്റെ പാതാളവാതിലാണ് മുറുമുറുപ്പ് എന്ന് പറയണത്. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജനം ഇങ്ങനെ സങ്കടം പറിച്ചിലും മുറുമുറുപ്പും തുടർന്നു. ഈ ദൈവം ഞങ്ങൾക്ക് എന്താ തരണത്? ഞങ്ങൾക്ക് ഈ മന്ന മാത്രമേ തരുന്നുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇറച്ചിയില്ല, അതില്ല, ഇതില്ല, ഇങ്ങനെ അവിടെ മുറുമുറുപ്പ് തുടർന്നു. അപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ദൈവം അവരോട് ചോദിക്കുകയാണ്, ഈ കണ്ട അത്ഭുതങ്ങൾ ചെയ്ത് ചെങ്കടൽ കീറി നിങ്ങൾ അത്ഭുതകരം നടത്തി, മാറായിലെ കയ്പ് നീറ് നിങ്ങൾക്ക് മധുരമുള്ള ജലമാക്കി തന്നു, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അടയാളങ്ങൾ പ്രവർത്തിച്ചു, നിങ്ങൾക്ക് വേണ്ടി മന്ന തന്നു. ഈ അത്ഭുതങ്ങളുടെ ഈ ശക്തിയുള്ള ദൈവത്തിന് നിങ്ങൾക്ക് ഇറച്ചി തരാൻ കഴിവില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നടന്നു വന്ന വഴികളും നിങ്ങൾ മറക്കരുതെന്ന് പറഞ്ഞ് ദൈവം ഇടപെടുകയാണ്. എന്നിട്ട് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ ഇല്ലയോ എന്ന് നിങ്ങൾ ഇന്ന് കണ്ടിരിക്കും. എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ ഇല്ലയോ എന്ന് നിങ്ങൾ ഇന്ന് കണ്ടിരിക്കും. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം അതിൽ 23-ാമത്തെ വാക്യം. ദൈവം ഇവരുടെ മുറുമുറുപ്പ് കേട്ടപ്പോൾ ദൈവം ഇവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ്. ദൈവം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഇറച്ചി തിന്ന് നിങ്ങളുടെ മൂക്കിലൂടെ അത് പുറത്തു വരാൻ തക്കവണ്ണം, നിങ്ങൾക്ക് ഓക്കാനം വന്ന് നിങ്ങളുടെ മൂക്കിലൂടെ നിങ്ങൾ തിന്ന ഇറച്ചി പുറത്തു വരാൻ തക്കവണ്ണം അത്രയ്ക്കും നിങ്ങൾക്ക് ഞാൻ തിന്നാൻ ഇറച്ചി കൊണ്ടുവന്ന് തരും എന്ന് ദൈവം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ 18 മുതലുള്ള തിരുലിഖിതങ്ങൾ. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ഞാൻ മാംസം തരും. ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ പരാതിപ്പെടുന്നു. അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. 1, 2, 5, 10, 20 ദിവസത്തേക്കല്ല നിങ്ങളത് തിന്നുക. നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നത് വരെ 1 മാസത്തേക്ക് നിങ്ങൾ അത് ഭക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ മുറുമുറുത്ത് ഉപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പാപമാണ് ഇത്രയും കാലം നയിച്ചു കൊണ്ടുവന്ന കർത്താവിനെ
മുറുമുറുത്ത് ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധനായവനെ നിങ്ങളുടെ മുറുമുറുപ്പ് കൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ചു എന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ വഴി ദൈവം ജനത്തെ ആ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവം പറഞ്ഞതുപോലെ ദൈവം ഇതാ ഒരു കിഴക്കൻ കാറ്റയച്ചു. അങ്ങനെ ദേശാന്തരങ്ങളിൽ നിന്ന് കാടപ്പക്ഷി ഇവരുടെ കൂടാരങ്ങൾക്ക് സമീപം വന്ന് വീണു. അത് ഒരുപാട് കനത്തിൽ വന്ന് വീണു. എല്ലാവരും ഓടി നടന്ന് പിറക്കി കുറേ വാരി വലിച്ച് ഓരോരുത്തരും കുറേ നാളുകളായി ഇറച്ചി കിട്ടിയിട്ട് അതുകൊണ്ട് ഓരോരുത്തരും കണ്ടതനുസരിച്ച് വാരി വലിച്ചു കൂട്ടി. ചെമ്പിനകത്ത്, ഉരുളിക്കകത്ത്, കുട്ടകത്തിനകത്ത്, ചട്ടിക്കകത്ത്, കലത്തിനകത്ത് എന്തൊക്കെ കൊണ്ടുവന്നായിരുന്നു അതിനകത്തെല്ലാം വാരി വലിച്ച് ഇറച്ചി കൂട്ടി. കുറേ ഉപ്പിട്ട് വെച്ചു, കുറേ അപ്പത്തിന് കറി വെച്ചു, കുറേ പച്ചവട തിന്നു, കുറേ ഉണങ്ങി വെച്ചു. ഇങ്ങനെ എല്ലാം അതിൽ ആർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയവർ കുറേ കടിച്ചും വലിച്ചൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ പഠിപ്പിക്കുകയാണ്, അവരുടെ വാ നിറച്ച് ഇറച്ചി ചവച്ച് തിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ജനത്തിൻ്റെ മേൽ മഹാമാരി പിടിപെട്ടു. നോക്കുക, മുറുമുറുത്ത് വാങ്ങിക്കുന്നത് ഉപകാരപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. വഴക്കിട്ട് വാങ്ങിച്ചാൽ, മുറുമുറുത്ത് വാങ്ങിച്ചാൽ അത് ഉപകാരപ്പെടില്ല. ഇതാ ആ ജനം, ഒരുപാട് ജനങ്ങൾ ആ ദേശത്ത് വെറുതെ ചത്തുകെട്ടുപോയി. അങ്ങനെ മരിച്ചവരെല്ലാം മണൽ മാന്തി അവിടെ കുഴിച്ചിട്ട്, അതുകൊണ്ട് ആ സ്ഥലത്തിന് ഒരു പുതിയ പേര് വീണു. ആ സ്ഥലത്തിൻ്റെ പുതിയ പേരാണ് കിബ്രോത്ത് ഹത്താവ. ചില വീടുകൾ ഹിബ്രോത്ത് ഹത്താവയാണ്. എന്താ കാരണം? അത്യാഗ്രഹികൾ മുറുമുറുത്ത് കുറേ സാധനങ്ങൾ എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടി. അവസാനം അത് കുടുംബം നശിക്കാൻ കാരണമായി തീർന്നിട്ടുണ്ട്. ദൈവം തരുന്നത് വാങ്ങുന്നതും മുറുമുറുത്തും സങ്കടം പറഞ്ഞും വാങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. മുറുമുറുത്തും സങ്കടം പറഞ്ഞ് വാങ്ങിയാൽ അത് ഉപകാരപ്പെടില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ കുടുംബത്തിന് തകർച്ചയ്ക്ക് കാരണമാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തകർച്ചയ്ക്ക് കാരണമാകുന്ന തകർന്ന ദൈവമക്കൾ നശിച്ച കുടുംബത്തിൻ്റെ പേരാണ് കിബ്രോത്ത് ഹത്ത. അത്യാഗ്രഹികളുടെ ശവപ്പറമ്പ് എന്നാണ് അതിൻ്റെ പേര്, കിബ്രോത്ത് ഹത്താവ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്യാഗ്രഹികളുടെ ശവപ്പറമ്പ് എന്നാണ് ആ കുടുംബത്തിൻ്റെ പേര്. കാരണം എന്താ? സങ്കടം പറഞ്ഞും പിറുപിറുത്തും മുറുമുറുത്തും ഒരുപാട് ദൈവത്തിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്ന ആളുകളുണ്ട്. അത് ദൈവാനുഗ്രഹപ്രദമായിരിക്കുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് സങ്കടത്തിന് തന്നെ കാരണമാകും. ഹല്ലേലൂയ. ഇത് തന്നെ മറ്റൊരു രംഗത്ത് ബൈബിളിൽ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നത് സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതമാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 8-ാമത്തെ അധ്യായം, അതിൽ 5-ാമത്തെ തിരുലിഖിതം. വചനം പഠിപ്പിക്കുകയാണ്, സാമുവേൽ പ്രവാചകന്റെ അടുക്കലേക്ക് ഇസ്രായേൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. അവർ സാമുവേൽ പ്രവാചകനോട് പറയുകയാണ്, അല്ലയോ പ്രവാചക, ഇതാ അങ്ങയ്ക്ക് പ്രായമായി, അങ്ങ് മരിക്കാറായി, അങ്ങയുടെ മക്കള് അങ്ങയുടെ വഴികൾ പിന്തുടരുന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നൽകുക. ഈ ജനം ഒരു രാജാവിനെ ഞങ്ങൾക്ക് വേണം എന്ന് പറയാനുള്ള കാരണം ദൈവത്തിൻ്റെ പ്രേരണയായിരുന്നില്ല, പ്രവാചകൻ നൽകിയ ഉപദേശത്തിൻ്റെ പരിണതഫലവും ആയിരുന്നില്ല. ഇനി പ്രവാചകന്റെ മക്കള് ഞങ്ങളെ നേരായി ഒരു നയിക്കുകയില്ല എന്നുള്ള ചിന്തയും ആയിരുന്നില്ല അവരെ രാജാവിന് വേണ്ടി ചോദിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ഒരു രാജാവിന് വേണ്ടി ചോദിക്കാൻ അവരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം, അവർ തല ഉയർത്തി നോക്കിയപ്പോൾ അവരുടെ കിഴക്കും അവരുടെ പടിഞ്ഞാറും അവരുടെ തെക്കും അവരുടെ വടക്കും ജീവിച്ചിരുന്ന ജനതകൾക്കെല്ലാം രാജാക്കന്മാരുണ്ടായിരുന്നു. ചുറ്റുവട്ടത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ജനതകൾക്കും രാജാക്കന്മാരുണ്ടായിരുന്നത് കൊണ്ട് ഇവർക്കും തോന്നി, ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഒരു രാജാവ് ഉണ്ടെങ്കിൽ കഴിയും എന്ന് അവർക്ക് ചിന്ത വന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നും നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ചിന്തയില്ലേ? നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ സ്വന്തക്കാരും നിങ്ങളുടെ ചിറ്റപ്പനും നിങ്ങളുടെ പേരപ്പനൊക്കെ അത് ചെയ്തപ്പോൾ ഇത് ചെയ്തപ്പോൾ ആ വീട് അങ്ങനത്തെ ഒരു വീട് വെച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം വാങ്ങിയപ്പോൾ അവരുടെ പ്രശ്നം എല്ലാം തീർന്നു. ഞങ്ങൾക്കും അങ്ങനെ ഒരു വീട് വെച്ചാൽ, ഞങ്ങൾക്കും അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ, ഞങ്ങളും വിദേശത്ത് പോയാൽ ഒക്കെ ശരിയാവും. അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങളുടെ ശവപ്പറമ്പിലേക്കുള്ള ഒരു ചിന്തയായിരിക്കാം ആ ചിന്ത എന്ന് ഞാൻ നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അപ്പുറത്തെ വീട്ടുകാർ വിദേശത്ത് പോയി, ഇപ്പുറത്തെ വീട്ടുകാർ ഗൾഫിലേക്ക് പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ ഗൾഫിലേക്ക് പോകണമെന്നോ നിങ്ങൾ വിദേശത്തേക്ക് പോകണമെന്നോ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കണം.
അപ്പുറത്തെ വീട്ടുകാർ ഒരു വലിയ വീട് വെച്ചു, ഇപ്പുറത്തെ വീട്ടുകാർ ഒരു വലിയ മാളിക വെച്ചു എന്ന് വിചാരിച്ച് നിങ്ങളും അതുപോലെ ഒരു മാളിക വെക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ദൈവത്തോട് നിങ്ങൾ ആലോചന ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ശവപ്പറമ്പിലേക്കുള്ള ഒരു വാതിലായിരിക്കും നിങ്ങൾ വെക്കാൻ പോണ വീട് എന്ന് നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്നാൽ ഇതാ അപ്പുറത്തെ രാജ്യക്കാർക്കും ഇപ്പുറത്തെ രാജ്യക്കാർക്കും, ആ ജനതയ്ക്കും ഈ ജനതയ്ക്കും രാജാക്കന്മാരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും വേണം രാജാവ് എന്ന് ഇവർ വന്ന് ദൈവത്തിൻ്റെ സന്നിധി പറയുകയാണ്. ഇത് ദൈവത്തിന് അങ്ങേയറ്റം അനിഷ്ടമായി. ദൈവം പ്രവാചകൻ വഴി ജനത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു കുറവും കൂടാതെ നിങ്ങളുടെ രാജാവായി ഞാനാണ് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു രാജാവ് ആവശ്യമില്ല. ഞാനാണ് നിങ്ങളുടെ രാജാവ്, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ രാജാവും. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു രാജാവ് ആവശ്യമില്ല. ഇനി നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ വാശി മുറുകെ പിടിച്ചാൽ, അങ്ങനെ വാശി പിടിച്ച് ഒരു രാജാവിനെ വാങ്ങിച്ചാൽ ആ രാജാവ് നിങ്ങൾക്ക് വലിയ കണ്ണുനീരിന് കാരണമാകും എന്ന് പ്രവാചകൻ വഴി ദൈവം ആ ജനത്തെ അറിയിച്ചു. അതിനെക്കുറിച്ച് സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 18-ാം വാക്യം, നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് ഓരോ കണ്ണുകളും വിലപിക്കും, ഓരോ മുഖവും കണ്ണുനീർ വാർക്കും എന്ന് ദൈവജനത്തിന് മുന്നറിയിപ്പ് കൊടുത്തു. എന്നിട്ട് ദൈവം പറഞ്ഞു, അന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇസ്രായേലിലുള്ള ഓരോ മുഖവും കണ്ണുനീർ വാർക്കും. അന്ന് നിങ്ങൾ എന്നോട് കരഞ്ഞ് പ്രാർത്ഥിക്കും, പക്ഷേ അന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടുകയില്ല എന്ന് ദൈവം നേരത്തെ ഒരു രാജാവിനെ സ്വീകരിക്കുന്ന ഒരാവശ്യം പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് വരാൻ പോകുന്ന ദുസ്ഥിതിയെക്കുറിച്ച് ദൈവം തൻ്റെ ജനത്തിന് മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ ജനം അതൊന്നും പരിഗണിച്ചില്ല. ജനം പറഞ്ഞു, ഞങ്ങൾക്ക് അതൊന്നും വിഷയമല്ല, ഞങ്ങൾക്ക് രാജാവിനെ വേണം. ഒരേ പിടിവാശി, ഒരേ ആഗ്രഹം, ഒരേ ബലംപിടുത്തം. ഇതിൻ്റെ പേരാണ് ദുശാഠ്യം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിടിവാശിക്കാർ ഒരുപാട് ഇതിനകത്തിരിപ്പുണ്ട്, ദുശാഠ്യക്കാർ ഒരുപാട് ഇതിനകത്തിരിപ്പുണ്ട്. ദുശാഠ്യവും പിടിവാശിയും അത് അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ നയിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് ദൈവത്തിൻ്റെ അടുത്ത് പിടിവാശി ചെയ്താലും, അത് കുടുംബത്തിൽ മാതാപിതാക്കന്മാർ പിടിവാശി ചെയ്താലും, അത് കല്യാണക്കാര്യത്തിന് വേണ്ടി പിടിവാശി ഇരുന്നാലും, അത് ജോലിയുടെ കാര്യത്തിനായാലും എന്ത് തന്നെ കാര്യത്തിനായാലും പിടിവാശി അത്ര നല്ലതല്ല, ദുശാഠ്യം അത്ര നല്ലതല്ല. ഈ ദുശാഠ്യവും ഈ പിടിവാശിയും നിന്റെ ശവപ്പറമ്പിലേക്ക്, നിന്റെ ജീവിത കണ്ണുനീർ കയത്തിലേക്ക് തള്ളിയിടാൻ തക്കവണ്ണം നിന്നെ നാശത്തിലേക്കും ദുഃഖത്തിലേക്കും നയിക്കുമെന്ന് വിശുദ്ധ ലേഖനം പഠിപ്പിക്കുകയാണ്. ഇതാ ഈ ജനം മുഴുവനും ദുശാഠ്യം തുടരുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്ത് വന്നാലും ശരി, ഞങ്ങൾക്ക് വേണം രാജാവ്. വീണ്ടും ദൈവം പറഞ്ഞു, നിങ്ങൾക്കൊരു രാജാവിനെ നിങ്ങൾ വാങ്ങിച്ചാൽ ഈ രാജാവ് നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും തൻ്റെ ദാസന്മാരും ദാസിമാരും ആക്കും. അപ്പക്കാരികളും ദാസിമാരും തൊഴിലാളികളും കഴുതനെ നോക്കാനും പുല്ല് മേയാനും പുല്ല് അരിയാനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ പുത്രന്മാരെ പുത്രിമാരെല്ലാം അടിമകളാക്കി മാറ്റും എന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോഴും ഈ ജനം പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ഞങ്ങൾക്ക് രാജാവിനെ വേണം. ഹല്ലേലൂയ. ചിലർക്ക് ഇതേപോലെയാണ് ചിന്ത. നിങ്ങൾ ജോലിക്ക് പോയാൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ദൈവം മുന്നറിയിപ്പ് വന്നാലും ചിലർക്ക് ഒരേ നിർബന്ധം, ഞങ്ങൾക്ക് ജോലി വേണം, എന്തു തന്നെ പ്രശ്നം വന്നാലും കുഴപ്പമില്ല. അങ്ങനെ ദുശാഠ്യം പിടിച്ച് നീ മുന്നോട്ട് പോകരുത്. നീ ജോലിക്ക് പോകണോ വേണ്ടയോ, ദൈവം ഉദ്ദേശിക്കുന്നുണ്ടോ, നീ ആദ്യം ദൈവത്തോട് ആലോചന ചോദിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നീ നിന്റെ കുടുംബത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ കൂടെ നിന്ന് നിന്റെ കുടുംബത്തിൽ സമാധാനത്തിൽ വസിക്കാൻ വേണ്ടിയായിരിക്കും നിന്റെ ദൈവം നിന്നെ ഉദ്ദേശിക്കുന്നത്. നീ നിന്റെ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് മാത്രമേ നിന്റെ ജീവിതത്തിൽ നീ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിന്റെ തീരുമാനവുമായിട്ട് നീ മുന്നോട്ട് പോകാവൂ. എന്നാൽ ഈ ജനം ദൈവത്തോട് ആലോചന ചോദിക്കാതെ ആ രാജ്യത്തും ഈ രാജ്യത്തും കണ്ടതും കേട്ടതും അനുസരിച്ച് തങ്ങളുടെ ഉള്ളിൽ വന്ന തോന്നലുകൾ അനുസരിച്ച് അവർ ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അവരുടെ ദുശാഠ്യത്തിന് വഴങ്ങി അവർക്ക് ദൈവരാജാവിനെ കൊടുത്ത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഇന്ന് വന്നിരിക്കുന്ന പല കാര്യങ്ങളും ഒരുവിടെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം തന്നതായിരിക്കില്ല, നമ്മുടെ ദുശാഠ്യ പ്രാർത്ഥന വഴി കിട്ടിയതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന തന്നെ രണ്ട് വിധമുണ്ട്. ഒന്ന് ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, രണ്ടാമത് ദുർവാശിയുടെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശാഠ്യം പിടിച്ച് ദുർവാശി പിടിച്ച് ദൈവസ്ഥാനത്ത് ഇരുന്നൊരു സംഗതി വാങ്ങിയാൽ അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹമാകി തീരും എന്ന് നിർബന്ധമില്ല. അങ്ങനെ ഇവരുടെ ദുശാഠ്യം വഴി ഇവരുടെ ദൈവം ഇവർക്ക് ഒരു രാജാവിനെ നൽകി. അങ്ങനെ
ഈ രാജാവ് ഭരിച്ചു, അടുത്ത രാജാവ് വന്നു, ഓരോ രാജാക്കന്മാർ മാറി മാറി വന്നു. ഈ ജനം മുഴുവൻ ഇതാ ചാട്ടയടി കൊള്ളാൻ തുടങ്ങി. ഈ ജനം മുഴുവൻ ഇതാ തകർച്ച അനുഭവിക്കാൻ തുടങ്ങി. ഓരോ മുഖവും കണ്ണുനീർ വാർത്ത് കരയാൻ തുടങ്ങി. ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഓരോ മുഖവും വീർത്ത് എല്ലാ മുഖത്തേക്കും നോക്കിയാൽ കടന്നൽ കുത്തിയോലിരിക്കുക. ഹല്ലേലൂയ. എന്താ വിഷയം എന്നറിയില്ല, കടന്നൽ കുത്തിയോലിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കടബാധ്യത കൊണ്ടാണോ അതോ വേറെ ഏതാ പ്രശ്നം കൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ഒക്കെ ഇങ്ങനെ വീർത്തിരിക്കുക, ഒന്നിനും ചിരിക്കാൻ പറ്റണില്ല. അപ്പോൾ അതിലൊരു പ്രതിനിധി സംഘത്തെ അവർ തിരഞ്ഞെടുത്തു. ആ പ്രതിനിധി സംഘത്തെ തിരഞ്ഞെടുത്തിട്ട് ഇവർ രാജാവിൻ്റെ അടുത്തേക്ക് വിട്ടു. ഇവർക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, എന്ത് പണിയുമാണെങ്കിലും ചെയ്യാം, എന്ത് കാര്യമാണെങ്കിലും ചെയ്തു തരാം. പക്ഷെ ഇവരുടെ റിക്വസ്റ്റ് ഇങ്ങനെയാണ്, മർദ്ദനം അല്പം കുറച്ച് തരണം. പ്രൈസ് ദി ലോർഡ്. അല്പം മർദ്ദനം കുറച്ച് തരണം. അപ്പോൾ ആ രാജാവ് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? രാജാക്കന്മാർ 1-ാം പുസ്തകം 12-14 വാക്യം. ആ രാജാവ് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ മുൾ ചാട്ട കൊണ്ടടിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചെരുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ മുഴുപ്പുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നോക്ക്, ഒരു രാജാവ് ജനത്തോട് പറഞ്ഞു വിട്ടതാണത്. പ്രതിനിധി സംഘം ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അല്പം മർദ്ദനം കുറച്ച് തരണം, ഞങ്ങൾക്ക് ശ്വാസം വിടാൻ സമയം തരണം, പീഡനം കൊണ്ട് ഞങ്ങൾ മടുത്തു എന്ന് ഈ ദൈവജനം ചെന്ന് അവർ ചോദിച്ചു വാങ്ങിയ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു. ഉടനെ രാജാവ് പറയാണ്, എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ മുഴുപ്പുള്ളതാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കും. എന്നിട്ട് പറയാണ്, എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ നിങ്ങളെ മുൾ ചാട്ട കൊണ്ടടിക്കും. അങ്ങനത്തെ രാജാക്കന്മാർ ഒന്നിനു പിറകെ ഒന്നായി ഇസ്രായേൽ ജനത്തിലേക്ക് ഭരണം നടത്താൻ വേണ്ടി കയറി വന്നു. ജനം മുഴുവൻ പൊറുതിമുട്ടി. BC 931 മുതൽ BC 721 വരെ ഏതാണ്ട് 18ഓളം രാജാക്കന്മാർ ഇസ്രായേലിൽ ഭരണം നടത്തി. ബൈബിൾ പഠിപ്പിക്കുകയാണ്, ഇവരെല്ലാവരും തന്നെ ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരും ദുർമാർഗികളുമായിരുന്നു. അതുകൊണ്ട് ജനം ഛിന്ന ഭിന്നമായി പോയി. ജനത്തിൻ്റെ ഇടയിൽ വിഗ്രഹാരാധന പടർന്നു, ജനത്തിനിടയിൽ അരാജകത്വം പടർന്നു, ജനത്തിനെതിരെ പാപം കൊടുമ്പിരി കൊള്ളാൻ തുടങ്ങി. ജനം മുഴുവൻ അന്ധകാരത്തിലേക്ക് വീണുപോയി. കാരണം രാജാവ് ദുർമാർഗിയും വിഗ്രഹാരാധകനുമായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്യം പറഞ്ഞാൽ, ഈ ജനം നല്ല ദൈവഭക്തിയിലും ദൈവഭയത്തിലും ദൈവിക കാര്യങ്ങൾ താല്പര്യത്തോടെ വളർന്നു വന്ന അന്തരീക്ഷത്തിൽ ഇവർ പിടിവാശിയോടെ രാജാവിനെ വാങ്ങി. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി രാജാക്കന്മാർ അവരെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ആ രാജാക്കന്മാർക്ക് എന്തെല്ലാം ദുർവൃത്തി ഉണ്ടായിരുന്നോ അതെല്ലാം ജനത്തിൻ്റെ മേൽ പടരാൻ തുടങ്ങി. ജനം മുഴുവൻ അന്ധകാരത്തിലേക്ക് ആണ്ടുപോയി. BC 931 മുതൽ BC 721 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് നമ്മൾ കേട്ടിട്ടുള്ള വെച്ച് ഏറ്റവും പ്രമുഖരായ പ്രവാചകന്മാർ ഇസ്രായേലിലും യൂദയായാലും പ്രവചനങ്ങൾ നടത്തി. യേശയ്യ, ജെറമിയ, ആമോസ്, ഹോസിയ ഇതുപോലുള്ള അതിശക്തന്മാരായ പ്രവാചകന്മാർ വന്ന് ദൈവജനത്തിൻ്റെ പാപത്തെക്കുറിച്ചും തിന്മയെക്കുറിച്ചും ഇപ്പോൾ രാജ്യം ആയിരിക്കുന്ന തിന്മയുടെ അവസ്ഥയെക്കുറിച്ച് അവർ പ്രവചനങ്ങൾ നടത്തി. പക്ഷേ വൻ തോക്കുകളായ യേശയ്യ, ജെറമിയ, ആമോസ്, ഹോസിയ തുടങ്ങിയ പ്രവാചകന്മാരുടെ ശുശ്രൂഷകൾ കൊണ്ട് പോലും ഈ ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പറ്റാത്ത വണ്ണം ഈ രാജാക്കന്മാരുടെ പാപം രാജ്യം മുഴുവനെയും ഗ്രസിച്ചു കളഞ്ഞിരുന്നു. അവസാനം BC 721 അസീറിയൻ ആധിപത്യത്തിലേക്ക് ഇസ്രായേൽ രാജ്യം കൂപ്പുകുത്തുന്നത് വരെ അവരുടെ ദുർനടപ്പ് തുടർന്നു. BC 587 യൂദയ ബാബിലോൺ അടിമത്തത്തിലേക്ക് കൂപ്പുകുത്തുന്നത് വരെ അവരുടെ ദുർനടപ്പ് തുടർന്നു. അങ്ങനെ ഇസ്രായേലും യൂദയായും ഈ രണ്ട് രാജ്യങ്ങളും ചരിത്രത്തിൽ നിന്ന് എന്നേക്കുമായി നാമാവശേഷമായി. ഇസ്രായേലും യൂദയായും നാമാവശേഷമാകുന്നതിന് തൊട്ടു മുമ്പ് സംഭവിച്ച കാര്യം ഇങ്ങനെയാണ്: ഈ ജനങ്ങളെ മുഴുവൻ ശത്രുക്കൾ വന്ന് യുദ്ധം ചെയ്ത് രാജാവിനെയും രാജകുടുംബങ്ങളെയും എല്ലാം നശിപ്പിച്ച് ജനങ്ങളെ മുഴുവൻ രണ്ട് കൈയും പുറകോട്ട് കെട്ടി പൂർണ്ണ നഗ്നരാക്കി യൂദയായിൽ നിന്ന് ജെറുസലേമിൽ നിന്ന് ബാബിലോൺ വരെ ചാട്ടയ്ക്കടിച്ച് 600 കിലോമീറ്റർ ചാട്ടയ്ക്കടിച്ച് നടത്തിക്കൊണ്ട് പോയി. ഇസ്രായേൽ ജനത്തിന് വന്ന ഓരോ മുഖവും കണ്ണുനീർ വാർത്ത് കരഞ്ഞു. രാജാക്കന്മാർ വഴി വന്ന അകൃത്യം ജനം മുഴുവൻ ചുമക്കേണ്ടി വന്നു. ഹല്ലേലൂയ.